വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മിനിയേച്ചർ ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് 5 മിനിറ്റും കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അതുപോലെ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൂടി ആയിരിക്കും നമുക്ക് ഈ ഒരു മിനിയേച്ചർ ബോട്ടിൽ ആർട്ട്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൂടിയാണിത്. അതേപോലെ ഡെക്കോറായിട്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്നതാണ്, ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടിയാണ് ഈ മിനിയേച്ചർ ബോട്ടിൽ ആർട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ഇതേപോലത്തെ 2 ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ തീരെ ചെറിയ ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് ഷോപ്പിലോ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഹോമിയോ മരുന്നൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിൽ ഇതിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ ഇൻസുലിൻ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു ആർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ എടുത്തത് ശരിക്കും എനിക്ക് വീട്ടിൽ ഒരു പെയിൻ ഓയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തതാണ് ഈ ഒരു ഓയിൽ. അപ്പോൾ ഇതിൽ 2 ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ അത് ഓയിൽ കഴിഞ്ഞപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ബോട്ടിലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതേപോലത്തെ 2 ചെറിയ ബോട്ടിലാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരുപാട് ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വർക്കൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഈ ചെറിയ ബോട്ടിലാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത്. ഈ ബോട്ടിലിന് ഓൾറെഡി 2 കോർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കോർക്കൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കോർക്കാണ്, ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ കോർക്കും നമുക്ക് വേണം. ഇനി ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഓയിലാണ്, ബേബി ഓയിലാണിത്. ഏതെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് ഓയിൽ എടുത്താൽ മതി, ഹെയർ ഓയിലോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, ട്രാൻസ്പെറൻറ്റ് ആവണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഫുഡ് കളറാണ് എടുക്കുന്നത്. ഇത് ബ്ലൂ കളർ ഫുഡ് കളറാണ്, ലിക്വിഡ് ഫുഡ് കളറാണിത്. ഇത് 20 ml ഒരു ബോട്ടിലാണ്. ഇതിന് 18 രൂപ എന്തോ ആണ് ഇതിൻ്റെ വില. അപ്പോൾ നമുക്ക് ലിക്വിഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് പൗഡറായിട്ടുള്ള എടുക്കാം, അതുപോലെ ജെല്ലായിട്ടുള്ള ഇതും അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒരു ഫുഡ് കളർ വേണമെന്നേ ഉള്ളൂ, അത് ഇന്ന കളർ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അതുപോലെ തന്നെ ഫുഡ് കളർ വേണമെന്നില്ല, അക്രിലിക് പെയിൻറ്റ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി, ഏതെങ്കിലും ഒരു കളർ ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബോട്ടിലുള്ളത് പൗഡറാണ്, ഒരു ഓറഞ്ച് റെഡ് കളറാണ് ഈ ഒരു ഫുഡ് കളർ. അപ്പോൾ ഇത് 2 ബോട്ടിലിന് ഞാൻ ഈ 2 ബ്ലൂവും ഓറഞ്ച് കളറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനൊരു ഫില്ലർ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബോട്ടിലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ബോട്ടിലായതുകൊണ്ട് ഫില്ലറിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫില്ലർ ഇല്ലാന്ന് കരുതി പ്രശ്നമൊന്നുമില്ല, നമുക്ക് സ്പൂണിലൊക്കെ ഒഴിച്ച് കൊടുത്താലും മതി. എങ്ങനെയും മഷി ഒഴിക്കാനോ അതുപോലെ പിള്ളേർക്ക് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ഫില്ലർ എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഷെല്ല് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ബീഡ്സ് ഞാൻ കാണിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ആ ബീഡ്സ് ഇട്ട് ചെയ്തില്ല. ഞാൻ ആദ്യം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ഷെല്ല് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോട്ടിലിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ബോട്ടിലിൻ്റെ ഒരു ഹാഫ് പോർഷൻ വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഡ്രോപ്പ് മതി, നല്ല കളർ ഉണ്ടാവും. ഒരു ഡ്രോപ്പ് ഒഴിച്ചാലും നല്ല കളർ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഷെല്ലൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഷെല്ല് ഇടണമെന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നുകൊണ്ട് അത് ഇട്ടുവെന്നുള്ളൂ. ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബോട്ടിലിൻ്റെ നെക്ക് വരെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് കോർക്കിട്ടതൊന്ന് അടച്ചു വയ്ക്കാം. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ മിനിയേച്ചർ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, കണ്ടോ. ഇത് ക്യാമറയിൽ കാണുമ്പോൾ നേരിട്ട് കാണുന്ന അത്ര ഭംഗി വീഡിയോയിൽ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയാണിത് കാണാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ബോട്ടിലും ചെയ്യാം. ഈ ബോട്ടിലിൽ ഞാൻ ഓറഞ്ച് റെഡ് കളറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ബോട്ടിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഈ രണ്ടാമത്തെ ബോട്ടിലും ചെയ്യുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സബ്സ്ക്രൈബർ പോൾ ഒരു ഹായ് പറയാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ പോള് നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ നല്ല സപ്പോർട്ടാണ്. പോള് വെറും ഒരു സബ്സ്ക്രൈബർ മാത്രമല്ല കേട്ടോ, എൻ്റെ ചങ്ക് ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ ആൾക്ക് ഞാൻ ചാനലിലൂടെ ഒരു ഹായ് പറയണമെന്ന് വലിയൊരു ആഗ്രഹം, അതുകൊണ്ട് ഒരു ഹായ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോളെ ഹായ്, സന്തോഷമായില്ലേ? അപ്പോൾ നമ്മുടെ ബോട്ടിൽ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 2 ബോട്ടിലും റെഡി ആയിട്ടുണ്ട്.
നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. എനിക്ക് നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ അതെല്ലാം കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അവരും എല്ലാവരും ഇതൊന്ന് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ കാശ് ചിലവുള്ള സംഭവമൊന്നും അല്ലല്ലോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയേക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ പോയിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കിയേക്കുക. വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒറ്റ വീഡിയോ പോലെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.